എടാ എന്താടാ ഇവിടെ വരാൻ പറഞ്ഞേ? ഇവിടുത്തെ ഫുഡ് നല്ലടാ. എന്നാ ഞാനും വരട്ടെ. നല്ല വെയിലുണ്ടല്ലേ? നീ കുറച്ച് വിറ്റാമിൻ ഡി കൂടുതൽ. ഞാൻ പോയിട്ട് വരാം. ലുക്കല്ലേ? ചെല്ല് ഒളിക്ക്. മുത്തേ ഞാനെത്തി. ഞാനും. ഞാൻ കണ്ട് മെറൂൺ ഡ്രസ് അല്ലേ? അല്ലല്ലോ. അല്ലല്ലോ. ഫോണിലല്ലോ. ഇത് അല്ല ഇത്. അച്ഛൻ പാടിയ അങ്കിളെ ഞാനെന്ത് ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല. ഫ്രണ്ട്സ് ചാറ്റിലുള്ള അല്ലേ, അത്രേ ഉള്ളൂ. മോന് ഫുഡ് പറയട്ടെ. ഈ മോന് 2 പൊറോട്ടയും ഇറച്ചിയും, എനിക്കൊരു കട്ടനും. എന്താ മുത്ത്? എന്താ മോനെ? മുത്തേടാ പോലെ മുത്തേ, ഒന്ന് വാടാ. വെറുതെ കുറെ സമയം വേസ്റ്റായി. പൊറോട്ട വേണ്ട, ആ കട്ടനെയും കൊണ്ടോ. പൊറോട്ട വെച്ച് തന്നാടാ. നല്ല പൊറോട്ടയും ബീഫും നിന്റെ ചേട്ടൻ വാങ്ങിച്ചോണ്ടോന്നതാ. കഴിച്ചിട്ട് പോടെ. പുറശാരവാണമേ എന്റെ അച്ഛന്റെ കണ്ടാച്ചാ അവനെപ്പോ ഇങ്ങനെ അവൻ എപ്പോഴാ അങ്ങനെ പെരുമാറാത്ത? നീ കഴിക്കേ. അച്ഛനൊരു പൊറോട്ട വേണോ? കണ്ടോ മോർണിംഗ് സർ. സുമി, എന്താ സർ? ഞാനൊരു സാധനം വിട്ടിട്ടുണ്ടായിരുന്നു. എന്ത് സാധനം സർ? ഫേസ്ബുക്കിൽ കയറിയല്ലേ? ഞാനൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, വേണ്ടത് ചെയ്യണം ഓക്കെ കേട്ടോ. എന്താ ഇന്നലെ ഒരാൾ റിക്വസ്റ്റ് അയച്ചു, ആക്സെപ്റ്റ് ചെയ്തപ്പോ മെസ്സേജ് വന്നു. നോക്കട്ടെ. വർക്കിംഗ് അറ്റ് ഇൻഫോ പാർക്ക്, ബിടെക് ഗ്രാജുവേറ്റ് ഫ്രം MG യൂണിവേഴ്സിറ്റി. കാണാൻ ചുള്ളനാണല്ലോ. നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം. ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് മോളെ. ഹലോ. സുനിൽ ഇന്നലെ പറഞ്ഞ കാര്യം സീരിയസ് ആണോ? സോറി പറഞ്ഞല്ലേ, അത് സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ല, കല്യാണത്തിന്റെ കാര്യം. എനിക്ക് സുമിയെ ഭയങ്കര ഇഷ്ടമാണ്. സുമിക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം നമുക്ക് കല്യാണം കഴിച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. സുമിയുടെ സമ്മതം കൂടി എനിക്ക് വേണമല്ലോ. സോ എന്റെ ലൈഫിൽ ഇത്രയും നാളെ എല്ലാ തീരുമാനങ്ങളും എടുത്ത എന്റെ വീട്ടുകാരാ. പക്ഷെ ഈ തീരുമാനം എന്റേതാ. എനിക്ക് സമ്മതമാ. ഹലോ ഹലോ. ഡേറ്റും തീയതിയും സമയമൊക്കെ സുമി തീരുമാനിച്ചു. ഞാൻ റെഡിയാ. ഓക്കെ. എന്താ പറഞ്ഞേ? പുള്ളി റെഡിയാന്ന്. ശരിക്കും ഡേറ്റും ടൈമൊക്കെ എന്നോട് തീരുമാനിക്കാൻ പറഞ്ഞു. അമ്മോ, അത് അടിപൊളിയായി. തൽക്കാലം ഇതാരും അറിയണ്ട. അത് ശരിയാ. കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം. അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റിയൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. അവിടുത്തെ സബ് രജിസ്ട്രാറേ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാ.
എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യണം. അല്ല സുമി, നമ്മൾ അടുത്ത ആഴ്ചയല്ലേ മൂന്നാർക്ക് ട്രിപ്പ് പോണേ? അപ്പൊ ഒരു കാര്യം ചെയ്താലോ? അന്ന് രാവിലെ കല്യാണം കഴിക്കുന്നു, ഉച്ചയ്ക്ക് 2:30 ആവുമ്പോ നമ്മളെല്ലാവരും കൂടി ബസ് കയറി മൂന്നാർ പോകുന്നു, ഹണിമൂൺ ആഘോഷിക്കുന്നു. അപ്പൊ ഫ്രൈഡേ കല്യാണം ഫിക്സ്ഡ്. നീ സുനിലോണ്ട് വിളിച്ചു പറഞ്ഞോ. എടാ വാവേ, നിനക്ക് സർപ്രൈസ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊള്ളാം. ശുക്കൂറേ, നിനക്ക് എത്ര ഒരു സന്തോഷം ഇല്ലാത്തത്? സന്തോഷിക്കാൻ ഇപ്പൊ എന്റെ കല്യാണമല്ല, എന്റെ കല്യാണമല്ലല്ലോ. ആ വണ്ടി ഓടിക്കും. പെട്ടെന്ന് എറാ. എടാ നീ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്തില്ലേ? ആധാരം പിടിച്ച് ബാക്കിയെല്ലാം എടുത്തുണ്ട്. ഇതങ്ങോട്ട് അത് നീ അവളെ വിളിച്ചു നോക്കിയായിരുന്നു? ഓ, നമ്മളിറങ്ങാൻ നേരം ഞാൻ വിളിച്ചായിരുന്നു. എന്ത് സൈസാണ്ടാ? തിരക്കില് കയ്യിൽ കെട്ടി എടുത്തിട്ട് പോകുന്നത്. നീ എവിടെയാടാ കൈയിട്ടത്? അച്ഛന്റെ അൽമാരില്. അപ്പൊ ഇത് എന്റെ അച്ഛന്റെ കല്യാണ ഷർട്ടാണ്. അടിപൊളി. അമ്മയുടെ പുടവയും കൂടെ എടുത്തുകൂടായിരുന്നു? എന്റെ പൊന്നു അവൻ, നീ അതൊക്കെ ഒന്ന് വിടാന്നിട്ട് അവളെന്ന് വിളിച്ചേ. ഒരു നല്ല ഷർട്ട് കട്ടൂടെ? ഇത് എന്തോന്ന്? ചേട്ടാ, ഒരു കല്യാണ പാക്കറ്റ് പെട്ടെന്ന് തരണേ. സുമി എവിടെ എത്തി? ഐ ആം വെയിറ്റിംഗ്. ഓ, എത്തിയോ? ഞാൻ 10 മിനിറ്റിലെത്തുവേ. ഓക്കെടാ. അവരവിടെ എത്തിന്ന്. ആണോ? ഇത് പിടിച്ചേ. ഇതിപ്പോ വന്നു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇതങ്ങ് തന്നേക്കാം. അയ്യോ, കുടുങ്ങി. ഇപ്പോഴാ നീ ഒരു കല്യാണ പെണ്ണായത്. വന്നെന്ന് ഉറപ്പായ സ്ഥിതിക്കോ? അയ്യോ, അതല്ല. ഇത് ഞാൻ തന്നിട്ട് അവരെങ്ങനെ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വെച്ച് മതി പറഞ്ഞ് ചളവാക്കണ്ട. പോവാ. എടാ കറക്റ്റ് സാധനം പറഞ്ഞോടാ. കര ഏത് കര കര കര. ഒന്ന് വലിച്ചു പിടിച്ച് പൊടിപോലെ ഇരിക്കുന്നു നീ സമാധാനത്തിന്റെ. സുമിക്ക് ആകെ ടെൻഷനാവുന്നുണ്ട്. എന്തിന്? അല്ല, എൻ്റെ വേണ്ടിയും കല്യാണത്തിന് വന്നതല്ലേ, പിന്നെ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വരണേ, അതിന്റെ ഒരു ടെൻഷനാന്ന് തോന്നുന്നു. നീയല്ലേ പറഞ്ഞ ഇതൊക്കെ ത്രില്ലാന്ന്? ഞാൻ ഭയങ്കര ത്രില്ല, അവനെ കാണാനുള്ള ത്രില്ല്. കമോൺ ഡ്രൈവർ, ചില്ലിയാ. സുമി എവിടെ എത്തി? ഹലോ. സുമി, ചോദിച്ചോ? ഓടെ ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കണോ? പോസിറ്റീവ് പിന്നെ വിളിച്ചാൽ സ്വിച്ച് ഓഫ്. ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. പോവാം. ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. നീ ഒന്നോട്ട് വിളിച്ചേ. അവളുടെ വീട്ടിൽ പിടിച്ചിട്ടുണ്ടാവും. നീ വിളിച്ചോക്ക് മര്യാദക്ക്. അവള് വരുമോ? അവള് വരുവാടാ. സുനിൽ പി താമരാക്ഷൻ, സുമിയസ് ചേട്ടാ. സുമി സുനിൽ, ഒന്ന് വേഗം വാ. എടാ വാടാ. സ്വാമി വന്നോളൂ. എന്തിയ പെണ്ണെന്തി? ചേട്ടാ ചേട്ടാ. ഇവിടെ തിരക്കാ. എന്റെ ഭയങ്കര തിരക്കാ. നീയല്ലേ പറഞ്ഞ അവൾ ഇപ്പൊ വരുന്നു. അവൾ ഇന്നെങ്ങനെ വരുമോ? അവള് വരും. ആളാളെ പണിയൊക്കെ പോട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട. എനിക്ക് തോന്നണേ ഇതെങ്ങാനും പൊറോട്ട ബീഫ് ആവൂ. എടാ, അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഒന്ന് തപ്പ് നീ. സുമി സുമി സുമി. സുനിലേ, ഞാൻ ദാ ഇവിടെ ഉണ്ട്. വാ.
എന്തിനായിരുന്നു ഇത്ര നേരം? ഗുഡ് മോർണിംഗ് സാർ. സാറേ ഇതാ ഞാൻ പറഞ്ഞ മീശേന്തി രേവു ഞങ്ങൾ തമ്മിൽ ഫേസ്ബുക്ക് ഫ്രണ്ട്സാ. ആദ്യമായിട്ടാ നേരിട്ടില്ലേ? പിന്നെ രേവുവിന് അറിയാമല്ലോ, ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. രേവു ആയോണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. സാർ പ്ലീസ് സാർ ഒന്ന് വേഗം ചെയ്തു തരോ സാർ. എന്നായിക്കോട്ടെ. അയ്യോ സർപ്രൈസ് ഇവിടെ ഫോട്ടോഗ്രാഫ്. പിടിക്ക്, മാല, ബൊക്കെ എടുക്ക്. അവിടെയാണ് കല്യാണം. വാ അണ്ണാ. ഈ മാല ഇങ്ങ്, ഈ മാല ഇങ്ങ്. ഇവിടെ, ഇവിടെ. ഒരെണ്ണം കൂടെ ഉണ്ട്. എടുക്ക്. ബാഗ് എടുത്ത് കള. സുമിയുടെ, ഇട്. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കൻ 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. എല്ലാവരും നോക്കിയേ, സ്മൈല് കൂടെ. ചേച്ചി ചേച്ചി ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണ്? ചേച്ചി വലതോട് തിരിഞ്ഞേ ലെഫ്റ്റില് ബാങ്കിന്റെ ബോർഡ് ഉണ്ട്, അവിടെ നിർത്തിയാ മതി. ചേട്ടാ ചേട്ടന് പുള്ളി വഴിയേറ്റി പോയാലും വേണ്ടിയില്ലായിരുന്നു. സോറി. സോറി. സുള്ളൊന്ന് വെയിറ്റ് ചെയ്യോ, ഞാൻ ഇപ്പൊ വരാം. ബൈ. ചേച്ചിയാ, നിനക്ക് ബോധമുണ്ടോ തന്തേ? എടാ പിന്നെ അല്ലാതെ മൂത്തോരെ പേര് വിളിച്ച് നരകത്തിൽ പോയാൽ എന്നെ കിട്ടൂല. അളിയാ നീ ഓക്കെയാണ്? എടാ ഞാൻ ഓക്കെയാണ്, നിനക്ക് എന്താണ് കുഴപ്പം? അല്ല ഇത് കുറച്ച് മൂത്ത പോയില്ലേ? ഇവനാ സൂയ. അവനില്ലാത്ത പ്രശ്നം തന്നെ നിനക്ക്. അവൻ ഹാപ്പിയാണ്. നിജമാർദ്ദം അടങ്ങാറല്ലോ. അല്ലേ നീ എപ്പ എന്നാ തിരിച്ചു വീട്ടിലേക്ക്? വീട്ടിലോട്ട് ഇപ്പൊ ഇല്ല. ഈ പ്രശ്നമൊക്കെ ഒന്ന് ഒതുക്കട്ടെ. അതെ വീട്ടിൽ പറയുന്നേക്കെ കൊള്ളാം, നമ്മളെ ഒന്ന് ഒഴിവാക്കി തരണം. നമ്മളില്ലേ ഇതില്. എടാ നിന്നെ ഞാൻ ഒഴിവാക്കി, അവനെ ഞാൻ ഒഴിവാക്കി. എടാ നീ ഒന്ന് അടങ്ങ്. എടാ നീ എന്താ സെറ്റാക്ക്. സെറ്റാക്കാണ്. മോനെ ഹണിമൂണൊക്കെ അടിച്ച് പൊളിച്ച് വലിയ ബിസിനസ്സുകാരൊക്കെ ആകുമ്പോ നമ്മളൊന്നും മറക്കരുത്. എന്റെ വിജയമല്ലി പോട്ടെ. ബൈ. ആ കേറ മോനെ. കരയണ കുഴപ്പമില്ലടാ. ഷർട്ട് അച്ഛന്റെ കല്യാണ ഷർട്ടാണ്. തരാം. പോ പോ പോ. പോടാ. വിഷമായി. നിന്റെ അച്ഛന്റെ എല്ലാ ആണ്ടിനും ഇട്ട് കിടക്കണോട്ടാ. എന്റെ മേത്തോട്ട് എന്തിനാണ്? അച്ഛന്റെ കിണ്ടി ഫുൾ നേക്കടാ. കൊണ്ടറക്ക് കൊടു, മറ്റേ കൂടെ കൊടു. ഓക്കെ പോട്ടാ. പോടാ. അളിയ നീ എന്തോ സെറ്റാക്കാനടാ അവൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ഷർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ വല്ല മാമന്മാരും പിടിച്ചോണ്ട് പോകും.